Hey guys, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെബിലിൻ വിനൈൽ ഇങ്കിൻ്റെ കുറച്ച് കിടിലനായിട്ടുള്ള കുറച്ച് സൂപ്പർബായിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഷെയർ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചതിൽ അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് കാണിക്കുന്നത്. അതിലൊരു 3 ന്യൂഡ് ഷെയ്ഡാണ്. പിന്നെ നാലാമത്തത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്, എല്ലാ സ്കിൻ ടോൺസിനും ചേർന്ന് പോകുന്ന ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ നാലാമത്തത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിപ്പി ഷെയ്ഡ് 10 എന്ന് പറയുന്ന ഈ ഒരു പീച്ചി കൈൻഡ് ഓഫ് ഷെയ്ഡാണ് വരുന്നത്. ഇതൊരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. പിന്നെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഗ്ലോസി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. നമുക്ക് ഒരു കോട്ട് അടിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ലിപ്സിന് നല്ല കവറേജ് കിട്ടുന്ന ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് വിനൈൽ ഇങ്കിൻ്റെ എല്ലാം വരുന്നത്. പിന്നെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ മിക്കതും അതിനകത്ത് എന്താ പറയുക ന്യൂഡ് ഷെയ്ഡ്സാണ്. നമ്മൾ ചിലപ്പോൾ ഓൺലൈനിൽ കാണുന്ന ഷെയ്ഡ് തന്നെ ആവണം എന്നില്ല വരുമ്പോഴത്തേനും. അപ്പോൾ അങ്ങനെ മാറി വന്നതും പിന്നെ യൂസ് ചെയ്തപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടായിട്ടുള്ള ഷെയ്ഡ്സാണ് കേട്ടോ മിക്കതും വരുന്നത്. രണ്ടാമത്തെ ഷെയ്ഡ് വന്നിട്ട് ഇറസിസ്റ്റിബിൾ എന്ന് പറയുന്ന ഷെയ്ഡ് 62. ഇതാണ് ഇപ്പോൾ വന്നതിൽ എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് നിങ്ങളുടെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ ഏത് സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ വാഷ് ഔട്ട് ചെയ്ത് പോകും. പിഗ്മെൻറ്റഡ് അല്ലാത്ത ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രസമായിരിക്കും, ചുണ്ടത്തടിച്ച് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നല്ല ഡാർക്ക് ലിപ്പ് ലൈനറൊക്കെ ഇട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്ലംപി ആയിട്ടുള്ള ലിപ്സിൻ്റെ ഒരു ലുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല രസമാണ് ഇത് അടിച്ച് കഴിയുമ്പോഴത്തേനും. ഞാൻ ഡെയിലി എപ്പോഴും ഈ ഒരു ഷെയ്ഡായിരിക്കും കേട്ടോ ചൂസ് ചെയ്യണം. പെട്ടെന്ന് ഒന്നും ചെയ്തില്ലെന്ന് വെച്ചാൽ മേക്കപ്പ് ഇടാണ്ടും മേക്കപ്പ് ഇട്ടാലും എനിക്ക് ഒരു സിമ്പിളായിട്ടുള്ള ലുക്കിനോടാണ് താല്പര്യം. സോ ഞാൻ ഈ ഒരു ഷെയ്ഡാണ് മിക്കപ്പോഴും യൂസ് ആക്കാറുള്ളതാണ്. ഇത് ഓൾമോസ്റ്റ് തീരാറായി. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു മിനിമലായിട്ട് ഒരുങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഇറസിസ്റ്റിബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. പിന്നെ മൂന്നാമത്തെ ഷെയ്ഡ് വന്നിട്ട് ഇതാണ് എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ഓറഞ്ച് ടിൻ്റാണ് ഈ ഒരു ഷെയ്ഡിന് വരുന്നത് കേട്ടോ. ഇതും നമുക്ക് ഒരു ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർക്ക് മേ ബി അത് വാഷ് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഡാർക്കായിട്ടുള്ള ലിപ് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ അടിക്കാം കേട്ടോ. കണ്ടതൊരു ഡാർക്ക് പിങ്ക്, ഒരു ബ്രിക്ക് ആ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡാണ് വരുന്നത്. ഇതിന് നല്ല സ്മെല്ലാണ് കേട്ടോ. എന്താ പറയുക, ഒരു കേക്കി അതുപോലെ തന്നെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്, പക്ഷേ ഈ ഒരു ഷെയ്ഡിന് ഭയങ്കര കേക്കി ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. നമുക്കിത് നക്കി തിന്നാൻ തോന്നും, അത്രയ്ക്ക് നല്ല സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ. ഇതിന് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഇപ്പോൾ കാണിക്കുന്ന എല്ലാം അത്യാവശ്യം നോർമൽ ടു ഫെയർ സ്കിൻ ടോൺ ഉള്ളവർക്ക് നല്ല രസമുള്ള ഷെയ്ഡ്സാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഓക്കെ ആയിട്ട് തോന്നാമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നോക്കിയിട്ട് വാങ്ങിക്കാം. കാരണം ഇപ്പോൾ ഓഫേഴ്സ് കാര്യങ്ങൾ റണ്ണിങ് ആയത് കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫറിൽ വാങ്ങിക്കാം. അപ്പോൾ ഇതും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ എന്തെങ്കിലും ഫംഗ്ഷൻ കാര്യങ്ങൾ വരുമ്പോഴത്തേന് അടിക്കാനായിട്ട് എടുക്കുന്ന ഷെയ്ഡുകളാണ് ഇതൊക്കെ. നാലാമത്തെ ഷെയ്ഡ് വന്നിട്ട് ഇതാണ് കേട്ടോ, വിക്കഡ് ഷെയ്ഡ് 15. ഇതൊരു ഡാർക്ക് പിങ്ക് കളർ, പിങ്ക് അല്ല, അതിനെന്താ ഒരു മജന്ത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇത് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസിന് മാത്രമൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന എൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഞാൻ അങ്ങനത്തെ ഫംഗ്ഷൻസൊക്കെ വരുമ്പോഴത്തേനുമാണ് ഈ ഒരു ഷെയ്ഡ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. കാരണം അല്ലാത്ത സാഹചര്യങ്ങളിൽ അടിച്ചു പോകുമ്പോഴത്തേനും ഒന്നാമത് ഗ്ലോസിയാണ്, പിന്നെ നല്ല എന്താ പറയുക, നല്ല പിങ്ക് ആയത് കാരണം നമ്മുടെ ചുണ്ടിങ്ങനെ എടുത്തിങ്ങനെ ഇരിക്കും, തിളങ്ങി നിൽക്കും. സോ നമ്മുടെ എല്ലാ കോൺസെൻട്രേഷനും ലിപ്സിലോട്ട് ആവുന്നത് കാരണം ഞാൻ ഫങ്ഷൻസിന് മാത്രമേ ഈ ഒരു ഷെയ്ഡ് ഇടാറുള്ളൂ. പിന്നെ നല്ല എപ്പോഴും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നല്ല ഗ്ലോസി ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഫങ്ഷൻസിന് മാത്രമേ ഞാനത് യൂസ് ആക്കാറുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷെയ്ഡുകൾ വരുന്നത് കേട്ടോ. ഈ 4 ഞാനിപ്പോൾ റെഗുലർലി യൂസ് ആക്കാറുള്ളത്. നിങ്ങൾക്കപ്പോൾ ഷെയ്ഡുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസിന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ ബൈ, സീ യു.